നമ്മളിനി കുറെ ഡെയിലി വ്ളോഗ്സ് തുടങ്ങുവാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല കേട്ടോ. ധനേഷ് രാവിലെ തന്നെ പണിയിലാണ്. സുഹൃത്തുക്കളെ കണ്ടോളൂ. പണിയല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്ത ഏക വ്യക്തി. പണിയല്ലാതെ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് തുടങ്ങണം കേട്ടോ. നിന്നെയൊക്കെ ഇനി ഫുള്ള് നിങ്ങളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. തുടങ്ങിയണ്ട? അതെ, പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ കൊടുക്കാട്ടോ. നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അല്ല. അടുത്തത് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ അകം കാണിക്കുമ്പോൾ ഇവിടെ കുറെ പണിക്കാരുണ്ട്. എല്ലാവരും ലീവാണ്. പിന്നെ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന മെയിൻ പണിക്കാരൻ മൂത്താശ്ശേരി കണ്ണപ്പൻ തച്ചൻചുണ്ടിൽ. ആരാന്ന് വെച്ചാ അത് പറയണ്ട. ഇവിടെ മെയിൻ ആയ ഒരു ആശാരി കേട്ടത്. ആളെ കണ്ടില്ല? ആളെ ഫുൾ ബോഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തേക്ക് പോവാം. ആരോ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. നോക്കട്ടെ ആരാന്ന്. ഓക്കെ, നമ്മുടെ രഞ്ജിത്ത് ഭായി കൂടെ നമ്മുടെ കൊത്തുപണി ചേട്ടൻ മണികണ്ഠൻ ചേട്ടനും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഹായ് പറഞ്ഞേരെ. ഇത് നമ്മുടെ ചെറിയ ബ്ലോഗാ. പറയൂ രഞ്ജിത്തേ, എന്നാ വിശേഷം? വീട്ടിലേക്ക് വിളിക്കാം പാവം. ഇനി അടുത്ത് നമ്മുടെ കുറെ പണിക്കാരുടെ ഉണ്ട്. എല്ലാവരെയും നിങ്ങളെ കാണിച്ചു തരാം. പണി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മനുഷ്യനെയും കാണൂല. പണിയോട് ഇത്ര ആക്രാന്തമുള്ള 2 പണിക്കാർ വേറെ ആരെയും കാണാനില്ല. നോക്കട്ടോ, രാവിലെ 8 മണിക്ക് വരും, വൈകുന്നേരം 4 മണി വരെ പണിയുന്ന കൃത്യം പണിയുന്ന 2 പണിക്കാർ. പറയൂ, എന്താണ് നമുക്ക് പറയാനുള്ളത്? നോക്കൂ. ഓയ് പറടാ, എന്തിനൊക്കെ പറ. നിങ്ങൾക്ക് തോന്നിയതൊക്കെ പറ. തെറി ഒഴികെ ബാക്കി എന്തും പറഞ്ഞോ. ആണ്ടാ, ഇതാണ് കുഴപ്പം. കൾച്ചറൽ ഫെലോസ് എന്നാത്? തിരക്ക് പിടിച്ച പണിയില് രാശേ പറ. കൊണ്ടുപോകാനുള്ള സാധന 2 ദിവസമായി തന്നിട്ട് കട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആവും. അതൊന്നും അവർക്ക് വിഷയമല്ല. നമ്മുടെ അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. എല്ലാം വന്ന് കണ്ടോ.